ഇന്നിപ്പോൾ നമ്മൾ ഓഫീസിൽ നിന്ന് ഉച്ചയ്ക്കൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷം അങ്ങനെ വർക്ക് കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് സോണി പറഞ്ഞത് നമുക്കിന്ന് നെക്സ്റ്റ് ഫെസ്റ്റ് ഉണ്ട്, ഫ്രൈഡേ ഫെസ്റ്റ് ഉണ്ട്, നമുക്കതിന് പോയാലോ വിചാരിച്ചു. ഞാനും ചേച്ചിയും കുറേ നാളായിട്ടോ ഇതിൽ തന്നെ മാക്സിൽ തന്നെ പോകണം വിചാരിച്ചിട്ട്, മാർക്കറ്റ് സിറ്റിയിൽ മാക്സിലൊക്കെ പോകണം വിചാരിച്ചിട്ട് കുറേ ആയി, അതന്നെ നടക്കാറില്ല. അപ്പോഴാണ് നമുക്കത് നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 2 ആഴ്ചകളായി. അപ്പം നമ്മൾ പോയിട്ട് വരാൻ വിചാരിച്ചു. നമ്മൾ പെരിന്തൽമണ്ണ ബൈപ്പാസിൽ തന്നെയാണത്. നമുക്ക് ഓഫീസിൽ നിന്ന് ഒരു 10 മിനിറ്റും ഇല്ല, ഓട്ടോയിലൊക്കെ പോകാന്ന് വെച്ചാൽ വേഗം എത്തും. അപ്പം നമ്മൾ 3 കൂടി ഇറങ്ങി. ഓഫീസിൽ കുറച്ച് രാവിലെ വർക്ക് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ ഇറങ്ങി. അവിടുന്ന് നേരെ അവിടെ പോയി, ഓട്ടോയിൽ പോയി നമ്മൾ ബാഗ് അവിടെ കൊടുക്കണമായിരുന്നു. നമ്മളിപ്പോൾ 3 പേരുടെയും ബാഗ് അവിടെ കൗണ്ടറിൽ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് താഴത്തെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, നമ്മുടെ ബ്യൂട്ടി പ്രോഡക്ട്സ്, ഹോം അപ്ലയൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ആദ്യം മുകളിലൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് താഴത്തേക്ക് വരാമായിരുന്നു. എസ്കലേറ്ററിലാണ് പോണത്. എനിക്കാണെങ്കിൽ എസ്കലേറ്ററിൽ പോകാൻ ഒട്ടും ബാലൻസ്ഡ് അല്ല കേട്ടോ, എനിക്ക് പേടിയാണ് അതിൽ പോകാൻ. ചേച്ചി സോനും കൂടി വലിച്ച് കയറ്റിയപ്പോൾ നമ്മൾ പോയി. ഫസ്റ്റത്തെ സെക്ഷൻ തന്നെ കുട്ടികളുടെ സെക്ഷനാണ്. അതിൽ ഗേൾസിൻ്റെ എന്ത് രസമറിയോ കാണാൻ ഡ്രസ്സുകൾ. കുട്ടികളുടെ എനിക്ക് കുറച്ചുകൂടി ക്യൂട്ടായിട്ട് തോന്നിയത്. വലിയവർക്കുണ്ട്, നമുക്ക് ഗേൾസിന് പറ്റിയ കോഡ് സെറ്റ്, ടോപ്പുകൾ എല്ലാം ഉണ്ട്. കോസ്റ്റ്ലിയാണ്, അല്ലാത്തതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു സൈഡിൽ ഇന്നിങ്ങനെ വണ്ടികളുണ്ട്, നമുക്ക് ടോയ്സ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെടുക്കണം എന്നാവും കൺഫ്യൂഷനാണ്. അത്രയും സാധനങ്ങളാണ്. ബാഗൊക്കെ കണ്ട് സെറ്റായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ കുറച്ച് മിറർ ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ടാണ് പോകുന്നത്. എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. പിന്നെ ചപ്പൽസിൻ്റെ കാര്യം പറഞ്ഞാൽ ഒരു വലിയൊരു കളക്ഷൻസ് തന്നെയാണ് അവിടെ. ചപ്പൽസിൻ്റെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ, ഷൂ ആണെങ്കിലുണ്ട്, നമുക്ക് ക്രോക്സ് ആണെങ്കിലുണ്ട്, അല്ലെങ്കിൽ ലേഡീസിൻ്റെ ഉണ്ട്, ജെൻസിൻ്റെ ഉണ്ട്, കുട്ടികളുടെ തന്നെ സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ആക്സസറീസ് പറഞ്ഞാൽ നമുക്ക് മാല, അതൊക്കെ ഇമ്പോർട്ടഡ് പ്രോഡക്റ്റ്സ് ആയതുകൊണ്ട് കുറച്ച് കോസ്റ്റ്ലിയാണ്, പക്ഷെ നല്ല ചന്തമുണ്ട് കാണാൻ, നല്ല ഭംഗിയുണ്ട്. യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ, ഇപ്പോൾ ഇതിനോടൊക്കെ ക്രൈസ് ഉള്ളവർക്കാണെങ്കിൽ നല്ല വേർത്താവും കേട്ടോ. പിന്നെ ബാഗിന് ഫാൻസി ടൈപ്പ് ഉണ്ട്, ഓഫീസ് ടൈപ്പ് ഉണ്ട്, നമുക്ക് ഡെയിലി വെയറിനുള്ളതുണ്ട്. അങ്ങനെ പല മോഡൽസും ഉണ്ട്. ഇതാ കുട്ടികളുടെ കിഡ്സ് സെക്ഷൻ കണ്ടോ. ഗേൾസിൻ്റെയൊക്കെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ സത്യം പറയില്ല, പൈസ പൊട്ടുന്ന വഴി അറിയില്ല. ചപ്പൽസിൽ തന്നെ എമൗണ്ട്, അതായത് വേരിയേഷൻസ് കാണാം. നമുക്ക് 1000 എബോവ് ഉള്ളതുണ്ട്, 1000 ഏകദേശം 1000 ഉണ്ട്. ഇതൊക്കെ 299 വലിയ കുഴപ്പമില്ല, ക്വാളിറ്റി ഉണ്ട് കേട്ടോ. റേറ്റിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റി ഉണ്ട്, ബ്രാൻഡഡ് പ്രോഡക്റ്റ്സ് ആണ്. പിന്നെ ഇത് ടോയ്സിൻ്റെ സെക്ഷനിൽ പലതരമുണ്ട്. നമുക്ക് സത്യം പറഞ്ഞാൽ കണ്ട് നടന്നാൽ തന്നെ സമയം പോകണത് അറിയില്ല, അത്രയും ഉണ്ട് കാണാൻ നമുക്കതിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ വിചാരിച്ചു മോളെയും കൊണ്ടൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നല്ല നമ്മൾ പൊട്ടിക്കേണ്ടി വരും. പിന്നെ ഒരു സെക്ഷൻ തന്നെ ഹോം അപ്ലയൻസിൻ്റെ ആണ് കേട്ടോ. എല്ലാ സാധനവും ഉണ്ട്. നമ്മൾക്കൊരു വീട് പണി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ കയറുകയാണെന്നുണ്ടെങ്കിൽ അതിലെല്ലാ പരിപാടി ഉണ്ടാവും. പിന്നെ തിരിച്ച് നമ്മൾ എസ്കലേറ്ററിൽ നിന്ന് താഴത്തേക്ക് വന്ന് തിരിച്ചിറങ്ങിയപ്പോൾ എനിക്ക് ജസ്റ്റ് പണിയിട്ട് ഞാനൊന്ന്